ഹായ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സംസാരിച്ച ന്യൂബോൺ ബേബീസിലുള്ള ഡീഹൈഡ്രേഷൻ ഫീവർ ഈ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനി കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര പേടിക്കേണ്ട ഇല്ലാന്നുണ്ടെങ്കിലും അതേ ഒരു തീവ്രമായിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ട് പനി ഉണ്ടല്ലോ, അത്. രണ്ടാമത് മഞ്ഞ കൂടാനുള്ള സാധ്യതയുണ്ട്, കുഞ്ഞിൻ്റെ ഷുഗർ കുറയാനുള്ള സാധ്യതയുണ്ട്, കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് മൂത്രമൊഴിക്കുന്നതിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ ഫീഡിംഗ് ആണ് ശരിക്കും സൂപ്പർവൈസ് ചെയ്യാനുള്ളത്. പാരസെറ്റമോൾ പനിക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഫീഡിംഗ് റെഡിയാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പൊസിഷനിങ് ലാച്ചിങ് പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എമൗണ്ട് കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അമ്മ കുറച്ചുകൂടി നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പാല് വരാനുള്ള ടാബ്ലറ്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടി പാല് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ടും കുറവാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ഹ്യൂമൻ ഡോണർ മിൽക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഹ്യൂമൻ ഡോണർ മിൽക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം. അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ ഫോർമുല കുറച്ച് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സമ്മർ ആണെന്ന് പറഞ്ഞല്ലോ, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ പിന്നെ AC ആണ്. AC ഉള്ള സ്ഥലങ്ങളിൽ AC 26, 28 എന്നുള്ള രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റുന്നതാണ്.